ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്സ് വിത്ത് ദീപക് കൃഷ്ണ. ഇന്ന് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്, ബേസിക് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്. അപ്പോൾ ആദ്യത്തെ 2 പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം 3rd പാർട്ട് വീഡിയോ കാണുക. അതോടൊപ്പം എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ബേസിക് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 പാർട്ടിലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, റേഷ്യോൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേഷൻസ്, പിന്നെ കമ്പൈനിങ് റേഷ്യോസ്, അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേർഡ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ സെയിം തന്നെയാണ്, നേരത്തെ ഡയറക്റ്റ് റേഷ്യോസ് ആയിരുന്നു, ഇവിടെ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും റേഷ്യോസ് വരുന്നത്. ആ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ആ റേഷ്യോസ് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. കമ്പൈനിങ് റേഷ്യോസും ആ ടൈപ്പൊക്കെ ആയിരിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 3 numbers is 280. If the ratio between the first and second number is 2:3 and the ratio between second and third is 4:5, find the second number. അപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പോൾ അതിവിടെ എഴുതാം 2:3. രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് ദ റേഷ്യോ ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ്, അത് എത്രയാണ്? 4:5. അവിടെ എഴുതാം. സോ 4:5. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ റേഷ്യോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. ഓക്കെ, 1:2:3 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എത്ര വരും? ഇവിടെ നമുക്കിത് ചെയ്യണമെങ്കിൽ ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് എന്ത് ഫില്ല് ചെയ്യണം? ഇവിടെ കോമൺ ആയിട്ടുള്ളത് സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ആകുമ്പോൾ സെക്കൻഡിൻ്റെത് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതണം, ഇവിടെ 3 എഴുതണം, ഇവിടെ എത്രയാണ്? 4 എന്ന് എഴുതണം. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 × 4 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 8. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എസ് ടു 4 × 3 എത്രയാണ്? 12. അടുത്ത എത്രയാണ്? 3 × 5. 3 × 5 is 15. അപ്പോൾ 3 പേർ റേഷ്യോസ് 8:12:15 എന്നാണ്. നമുക്ക് വേണ്ട എന്താണ്? ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഇസ് 8 + 12, 20, 20 + 15, 35 ആണ് ടോട്ടൽ. സോ സെക്കൻഡ് നമ്പറിൻ്റെ കാണണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 12 റേഷ്യോ ആണ്. സോ 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എത്രയാണ്? 35. 35 ഇൻറ്റു ഇത് എല്ലാവരുടെയും സം എത്രയാണ്? ഇറ്റ് ഇസ് 280 ഇൻറ്റു 280. ഇത്രയും ചെയ്താൽ മതി. ഇത് 7ൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 7ൽ 5 ടൈംസ്, 7ൽ 40, 5 ഇതിൽ 8 ടൈംസ്. സോ 12 ഇൻറ്റു 8 എത്ര വരും? 96. സോ ഓപ്ഷൻ ഡി 96 എന്ന് വരും. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇത്രയും ടോട്ടൽ എത്രയാണ്? ഇറ്റ് ഇസ് 35. 35 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 35 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 280 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 280 ഡിവൈഡഡ് ബൈ 35. 280 ഡിവൈഡ് ബൈ 35 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 8. നമുക്ക് വേണ്ട സെക്കൻഡ് ആണ്. സെക്കൻഡ് എത്രയാണ്? 12 യൂണിറ്റ്സ് ആണ്. സോ 12 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 8 × 12 അല്ലെങ്കിൽ 12 × 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 96. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ ആ രീതി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. എ മെൻ ഡിവൈഡ്സ് ഹിസ് പ്രോപ്പർട്ടി സോ ദാറ്റ് ഹിസ് സൺസ് ഷെയർ ടു ഹിസ് വൈഫ്സ് ആൻഡ് വൈഫ്സ് ഷെയർ ടു ഹിസ് ഡോട്ടേഴ്സ് ആർ ബോത്ത് ആസ് ഇൻ ദ റേഷ്യോ 3:1. ഇഫ് ദ ഡോട്ടർ ഗെറ്റ്സ് ₹10,000 ലെസ് ദാൻ സൺ, ദ വാല്യൂ ഓഫ് ഹോൾ പ്രോപ്പർട്ടി വാസ്. അപ്പോൾ 2 റേഷ്യോസ് തന്നിട്ടുണ്ട് രണ്ടുപേരുടെ. അപ്പോൾ ഒരാൾ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തു, സൺ ഷെയർ ടു ഹിസ് വൈഫ്സ്. ഓക്കെ, സണ്ണ്, വൈഫ്, ഡോട്ടർ, 3 ആൾക്കാരുണ്ട്. ഓക്കെ, അത് ഇവിടെ എഴുതാം. സണ്ണുണ്ട്, വൈഫ് ഉണ്ട്, ഡോട്ടർ ഉണ്ട്. ഓക്കെ, ഡോട്ടർ. അപ്പോൾ ഫസ്റ്റ് റേഷ്യോ തന്നിട്ടുള്ളത് സൺ ടു ഹിസ് വൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 3:1. അപ്പോൾ സൺ ടു ഹിസ് വൈഫ് 3:1. അപ്പോൾ ഇത് 3:1 ആണ്. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൻഡ് വൈഫ്സ് ഷെയർ ടു ഹിസ് ഡോട്ടർ ആർ ബോത്ത് ഇൻ ദ റേഷ്യോ 3:1. വൈഫ് ടു ഡോട്ടറും 3:1 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? 3:1. ഓക്കെ, ഇനി ഇത് കമ്പൈൻ ചെയ്യാം. റേഷ്യോ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കോമൺ ആയിട്ടുള്ളത് വൈഫിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഏത് ഫില്ല് ചെയ്യണം? ഇവിടെ 1 ഫില്ല് ചെയ്യണം. ഇവിടെ ഏതാണ്? 3 ഫില്ല് ചെയ്യണം. സോ 3 × 3 9:1. 1 × 3 3:1. അപ്പോൾ 9:3:1 ആണ് ഇവരുടെ ടോട്ടൽ റേഷ്യോ, കമ്പൈൻഡ് റേഷ്യോ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ഡോട്ടർ ഗെറ്റ്സ് ₹10,000 ലെസ് ദാൻ സൺ. അപ്പോൾ ഞാൻ എപ്പോഴും
പെർസെൻറ്റേജിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ ഇന്ന ആളിനെക്കാട്ടും കൂടുതലോ കുറവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ ഡോട്ടർ ഗെറ്റ്സ് 10,000 ലെസ് ദാൻ സൺ, അതായത് ഡോട്ടറിൻ്റെ എത്രയാണ്? ഇറ്റ് ഈസ് 1. സണ്ണിൻ്റെ എത്രയാണ്? സണ്ണിൻ്റെത് ഇറ്റ് ഈസ് 9 യൂണിറ്റ്സ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ₹10,000. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 8. അപ്പോൾ 8 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 10,000. നമുക്ക് കാണേണ്ടത് ദ വാല്യൂ ഓഫ് ഹോൾ പ്രോപ്പർട്ടി. ഹോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം, അതായത് 9 + 3 + 1 13. അപ്പോൾ 13 യൂണിറ്റ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 8 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 10,000. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10,000 ഡിവൈഡഡ് ബൈ 8. നമുക്ക് വേണ്ടത് ടോട്ടൽ പ്രോപ്പർട്ടിയാണ്, ഹോൾ പ്രോപ്പർട്ടി. ഹോൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 13 യൂണിറ്റ്സ് ആണ്. 9 + 3 + 1 13. സോ 13 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10,000 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 13. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇതിപ്പം 4ൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 ടൈംസ് പോവും. 4ൽ 25 100 0 0. പിന്നെ ക്യാൻസൽ ചെയ്താൽ 1250. സോ 1250 ഇൻറ്റു 13. ഓക്കെ, അപ്പോൾ 125 ഇൻറ്റു 13 ചെയ്യുക. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 16250 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് 16250. ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ്. എ പേഴ്സൺ ഡിസ്ട്രിബ്യൂട്ട്സ് ഹിസ് പെൻസ് among his 4 friends A, B, C, D in the ratio 1/3 1/4 1/5 1/6. What is the minimum number of pens that the person should have? അപ്പോൾ ഇവരുടെ റേഷ്യോസ് എന്ന് പറയുന്നത് 1/3 1/4 1/5 1/6. ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത്. ആ ഫ്രാക്ഷൻ മാറ്റണമെങ്കിൽ ആ ഡിനോമിനേറ്ററിൻ്റെ LCM വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ LCM കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. 6 നോക്കുക. 6 ആണ് വലുത്. 6ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക. ഇപ്പോൾ 6ൽ ഇതൊന്നും പോകത്തില്ല അല്ലേ? ഈ 5ഉം 4ഉം പോകില്ല. അപ്പോൾ 12 നോക്കുക. 12 ഇത് രണ്ടും ഓക്കെയാണ്, ഡിവിസിബിൾ ആണ്. പക്ഷേ 5 ഡിവിസിബിൾ അല്ല. അപ്പോൾ 5ൻ്റെ ഡിവിസിബിലിറ്റി വരികയാണെങ്കിൽ ഒന്നുകിൽ 5 വെച്ച് എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 0 വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. 6 × 5 30 ആയിരിക്കും LCM. 30 എല്ലാത്തിലും അല്ല, 30 പോകത്തില്ല, 34ൽ പോകത്തില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് നോക്കുക 60. ഓക്കെ, അപ്പോൾ 60 ആയിരിക്കും LCM. അപ്പോൾ ത്രൂ ഔട്ട് 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എല്ലാവരെയും 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 60, ഇവിടെയും 60, ഇവിടെയും 60, ഇവിടെയും 60. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ 3ഉം 60ഉം ക്യാൻസൽ ചെയ്താൽ 20, 4ഉം 60ഉം ക്യാൻസൽ ചെയ്താൽ 15. ഇവിടെ എത്ര വരും? ഇവിടെ 5ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 12:10. അപ്പോൾ 20:15:12:10 ആയിരിക്കും കമ്പൈൻഡ് റേഷ്യോ, അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം. ഇനി ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പെൻസ് ദാറ്റ് ദ പേഴ്സൺ ഷുഡ് ഹാവ്. മിനിമം നമ്പർ ഓഫ് പെൻസ് എത്രയാണ്? അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുന്നത്? 20, 35, 47, 57. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 57 ആണ്. അപ്പോൾ 57 യൂണിറ്റ്സ് ആയിരിക്കും ടോട്ടൽ. ഓക്കെ, 57 യൂണിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ മിനിമം നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 റേഷ്യോയ്ക്ക് വരാൻ പറ്റുന്നത് ഇവിടെ പെന്നിൻ്റെ കണക്കാണ്. പെന്നിൻ്റെ കണക്കാകുമ്പോൾ അതെന്തായാലും അതൊരു ഇൻ്റഗ്രൽ വാല്യൂ ആയിരിക്കും, ഇൻറ്റീജേഴ്സ് ആയിരിക്കും, എണ്ണൽ സംഖ്യ ആയിരിക്കും അല്ലേ? എണ്ണാൻ പറ്റുന്നതായിരിക്കണം. കാരണം ഒരിക്കലും ഒരാൾക്ക് 1.5 പേന കൊടുത്തു അല്ലെങ്കിൽ 2.5 പേന കൊടുത്തു അങ്ങനെ ഇല്ല. ഒന്നുകിൽ 1 പേന അല്ലെങ്കിൽ 2 പേന അല്ലെങ്കിൽ 3 പേന. അപ്പോൾ എണ്ണുന്നതാണ്. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എത്രയാണ്? ഇറ്റ് ഈസ് 1 ആണ്. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്. അപ്പോൾ മിനിമം നമ്പർ എത്രയായിരിക്കും? 57 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 57. ഏറ്റവും മിനിമം വരാൻ പറ്റുന്ന ഇതാണ്. സോ ഇറ്റ് ഈസ് 57. അപ്പോൾ എത്രയായിരിക്കും? 57 പെന്നായിരിക്കും മിനിമം നമ്പർ ഓഫ് പെൻസ്. റെഡി? അടുത്തത് ₹900 is divided among A, B, C. The division is such that 1/2 of A's share is equal to 1/3 of B's share is equal to 1/4 of C's share. Find the amount received by A, B, C each. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എഴുതാം 1/2 of A's share. So 1/2 of A is equal to 1/3 of B is equal to 1/4 of C. Okay,
ഈ ഫ്രാക്ഷൻ മാറ്റണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെ LCM എടുക്കുക. 4, 3, 2. അപ്പോൾ LCM എത്രയായിരിക്കും? 12 ആയിരിക്കും. 12 ആയിരിക്കും മൂന്നെണ്ണത്തിലും പോകുന്നത്. സോ 12 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 12 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 12 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 12 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? 12ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 6A ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വരും? 4. 4B ഇസ് ഈക്വൽ ടു 3C. 6A ഇസ് ഈക്വൽ ടു 4B ഇസ് ഈക്വൽ ടു 3C. ഇങ്ങനെ ഒരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ A:B:C എങ്ങനെ എഴുതാം? A:B:C ഇസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പഠിച്ചതാണ്. എങ്ങനെ എഴുതാം? എയുടെ കാണണമെങ്കിൽ A ക്യാൻസൽ ചെയ്യുക, ബാക്കി രണ്ടുപേരുടെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12. അപ്പോൾ ഇവിടെ എത്ര വരും? 12S2. ഇനി അടുത്ത ബിയുടെ കാണണമെങ്കിൽ B ക്യാൻസൽ ചെയ്യുക, ബാക്കി രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 3 18. സിയുടെ കാണണമെങ്കിൽ C ക്യാൻസൽ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 4 24. 24. അപ്പം 12S2 18S2 24 ആയിരിക്കും ഇവരുടെ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം. 6 വെച്ച് ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം ഈ റേഷ്യോയിൽ. കാരണം എല്ലാ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ 6 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറി? 2:2 3:4 എന്ന് വരും. അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് ഫോം റേഷ്യോൻ്റെ. 2:2 3:4 ആണ് റേഷ്യോ. ഇനി ടോട്ടൽ എത്രയാണ്? ₹900 ഈസ് ഡിവൈഡഡ്. ഓക്കെ, ടോട്ടൽ 900 ആണ്. അപ്പോൾ എന്തായി? ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 900 ആയിരിക്കും. സോ ഇറ്റ് ഇസ് 2 + 3 5, 5 + 4 9. സോ 9 യൂണിറ്റ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു 900 rupees. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എത്രയായിരിക്കും? 100 rupees. നമുക്ക് കാണാണ്ട് എയിൻ്റെ ഷെയർ 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 × 100 എത്രയായിരിക്കും? 200. ഇനി ബിൻ്റെ 3 യൂണിറ്റ്സ് ആണ്. 3 × 100 300. സിൻ്റെത് 4 × 100 400. അപ്പോൾ ആൻസർ 200 300 400, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരുടെയും കാണണമെന്നില്ല. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഫസ്റ്റ് ഡിഫറൻ്റ് ആണ് അല്ലേ. 300 350 200 400. അപ്പോൾ എയിൻ്റെ മാത്രം കണ്ടാൽ മതി. എയിൻ്റെ 200 ആയ ഉടനെ തന്നെ ഓപ്ഷൻ സി മാർക്ക് ചെയ്യുക. റെഡി? നെക്സ്റ്റ്, there are 3 numbers A, B, C such that twice of A is equal to thrice of B and 4 times of B is equal to 5 times of C. Then the ratio between A and C. 3 numbers ഉണ്ട് A, B, C. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? such that twice of A is equal to thrice of B. Twice of A is equal to thrice of B. thrice എന്ന് പറഞ്ഞാൽ 3 times. ഒക്കെ അറിയാലോ അല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് 4 times of B is equal to 5 times of C. അപ്പോൾ അതെങ്ങനെ എഴുതാം? 4 times of B is equal to 5 times of C. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഫസ്റ്റിൽ നിന്നും A:B റേഷ്യോ കിട്ടും. A:B എത്രയാണ്? ഇറ്റ് ഈസ് എത്ര വരും? 3:2. അങ്ങനെയല്ലേ വരുന്നത്. എയുടെ കാണണമെങ്കിൽ A ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളത് 3. ബിയുടെ കാണണമെങ്കിൽ B ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളത് 2. അപ്പോൾ 3:2. ഇവിടെ എന്ത് എഴുതാം? B:C റേഷ്യോ എഴുതാം. B:C ഇസ് ഈക്വൽ ടു എത്ര വരും? 5:4. ഓക്കെ, അപ്പോൾ 2 ആൾക്കാരുടെ ഉണ്ട്. ഇനി കമ്പൈൻ ചെയ്യാം. അല്ല, ഇവിടെ നമ്മൾ ചോദിച്ചാൽ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ A and C ആണ്. ഓക്കെ, A and C ആണ്. അപ്പോൾ B സെയിം ആക്കുക. അപ്പോൾ നമുക്ക് 2 റേഷ്യോസ് ഉണ്ട്. A:B എത്രയാണ്? 3:2. A:B is equal to 3:2. നമുക്ക് ഒന്നിച്ചെഴുതാം. ഓക്കെ, A:B:C. ആദ്യത്തത് 3:2. രണ്ടാമത്തെ B:C എത്രയാണ്? 5:4. 5:4. അപ്പോൾ ഇവിടെ B ആണ് കോമൺ. സോ ഈ വേക്കൻറ്റ് സ്പേസിൽ എന്താ എഴുതുക? ബിയുടെ എഴുതുക. ഇവിടെ 2. ഇവിടെ എന്താ എഴുതുക? 5. ബി താഴത്തെ റോയിൽ 5 ആണ് ബി. അപ്പോൾ ഇപ്പുറത്തും 5 എഴുതി. കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും A:B:C എത്ര കിട്ടും? 15:10:8 എന്ന് കിട്ടും. ഇതായിരിക്കും A:B:C. നമുക്ക് ചോദിച്ചിട്ടുള്ളത് A:C ആണ്. സോ A:C എത്രയായിരിക്കും? 15:8. സോ ഓപ്ഷൻ സി 15:8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A certain amount of money is divided among X, Y and Z
if x receives 25% more than y and y receives 25% less than z, then x is to y is to z. അപ്പോൾ 25%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1/4 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് 3 ആൾക്കാർ തന്നിട്ടുണ്ട്, എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ്, എക്സ് റിസീവ്സ് 25% മോർ ദാൻ വൈ. അതിനർത്ഥം എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് റിസീവ്സ് 25% മോർ ദാൻ വൈ. അപ്പോൾ എക്സ് ആണ് വലിയ ആൾ. അപ്പോൾ വൈ എന്ന് പറയുന്നത് 4 ആണെങ്കിൽ, ഇത് വൈ ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും, വൈൻ്റെ 25% മോർ. വൈൻ്റെ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൈ 4 ആണെങ്കിൽ 4ൻ്റെ 25% 1. ഇതൊക്കെ നമ്മൾ പെർസെൻറ്റേജ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ വൈ 4 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും, ആ 1 കൂടെയും കൂട്ടുക, സോ എക്സ് എത്രയായിരിക്കും 5. സോ എക്സ് ഇസ് ടു വൈ എന്ന് പറഞ്ഞാൽ 5:4. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വൈ റിസീവ്സ് 25% ലെസ് ദാൻ ഇസഡ്. വൈ റിസീവ്സ് 25% ലെസ് ദാൻ ഇസഡ്. അപ്പോൾ വൈ 4 ആണെങ്കിൽ ഇസഡ് 4 ആണെങ്കിൽ വൈ എത്രയായിരിക്കും, 25% കുറവായിരിക്കും. ഒന്നുകൂടെ ഇത് എഴുതാം, ഇത് പ്ലസിൻ്റെ കണക്കാണ് എഴുതിയത്, ഞാൻ ഈ മൈനസിൻ്റെ കണക്ക് എഴുതുമ്പോൾ 25% എന്ന് പറഞ്ഞാൽ 1/4. ഈ ഇസഡ് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ, കാരണം വൈ റിസീവ്സ് 25% ലെസ് എന്ന് പറഞ്ഞാൽ വൈ കുറവാണ്, ഇസഡ് ആയിരിക്കും വലുത്. അപ്പോൾ ഇസഡ് 4 ആണെങ്കിൽ വൈ എത്രയായിരിക്കും, വൈ ഇസഡിൻ്റെ 25% കുറയ്ക്കുക, 4ൻ്റെ 25% 1 ആണ്. അപ്പോൾ 1 കുറയ്ക്കുമ്പോൾ 3 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ എത്ര വരും, ഇസഡ് 4 ആണെങ്കിൽ വൈ എത്രയായിരിക്കും 3. സോ വൈ ഇസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 3:4 ആയിരിക്കും റേഷ്യോ. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ എഴുതാം, ഇവിടെ വൈ ആണ് കോമൺ, അപ്പോൾ ഇവിടെ 4 എഴുതി, ഇവിടെ എന്താണ് 3 എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ 3. സോ റേഷ്യോ എത്ര ആയിട്ട് മാറും, 15:12:16. അപ്പോൾ ഓപ്ഷൻ ബി 15:12:16. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്, എ is 20% less than b and c is 30% more than d. If d is 25% less than a, then which of the following is true? അപ്പോൾ തന്നിരിക്കുന്നൊക്കെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഉള്ള ഫ്രാക്ഷൻസ് പെർസെൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് 20% ഉണ്ട്. ഓക്കെ, 20% ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്, ഇറ്റ് ഇസ് 1/5. രണ്ടാമത് 30% ഉണ്ട്. 30%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ഇറ്റ് ഇസ് 3/10. 30/100 അപ്പോൾ 3/10. ഇനി അടുത്ത് 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ഇറ്റ് ഇസ് 1/4. ഓക്കെ, 25/100 1/4. ഇനി നമുക്ക് 3 ആൾക്കാരെ എഴുതാം. എ ഉണ്ട്, എ ബി 4 പേരുണ്ട് അല്ലേ, എ ബി സി ഡി 4 പേരുണ്ട്. ആദ്യം പറഞ്ഞിട്ടുള്ള എ ഇസ് 20% ലെസ് ദാൻ ബി. അപ്പോൾ എ ആണ് കുറവ്, ബി ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ 5 ആണ് ബി എങ്കിൽ എ എത്രയായിരിക്കും, 4 ആയിരിക്കും. എ എത്രയായിരിക്കും, 4. അപ്പോൾ എ ഇസ് ടു ബി എത്രയായിരിക്കും, 4:5. 4:5. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറയുന്നത് 30% മോർ ദാൻ ഡി. അപ്പോൾ സി ഈസ് 30% മോർ ദാൻ ഡി എന്ന് പറഞ്ഞാൽ സി ആണ് വലുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സി ആയിട്ട് എടുക്കാം. അപ്പോൾ സി 10 ആണെങ്കിൽ ഡി എത്രയായിരിക്കും, ഡി ആണ് എടുക്കേണ്ടത്. ഓക്കെ, സി ആണ് വലുത്. ഓക്കെ, അപ്പോൾ ഡി 30 ആണെങ്കിൽ സി എത്രയായിരിക്കും, ഡിൻ്റെ 30% മോർ. അപ്പോൾ എത്ര വരും, സി ഈസ് ഈക്വൽ ടു 10 + 3 13. അപ്പോൾ സി ഈസ് ടു ഡി എത്രയാണ്, 13:10. അപ്പോൾ ഇവിടെ എത്ര എഴുതാം, 13:10. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡി ഈസ് 25% ലെസ് ദാൻ എ. ഡി ഈസ് 25% ലെസ് ദാൻ എ. അപ്പോൾ ഡി കുറവാണ്, എ ആണ് വലുത്. എ ആണ് വലുത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കൊടുക്കും, ഈ 4 എന്ന് പറയുന്നത് എ ആയിട്ട് എടുക്കുക. അപ്പോൾ എ 4 ആണെങ്കിൽ ഡി എത്രയായിരിക്കും, ഡി ഈസ് ഈക്വൽ ടു
4ന്റെ 25% കുറവ്, ദാറ്റ് ഈസ് 4 മൈനസ് 1 ചെയ്യണം, കുറവാണ്, അപ്പോൾ 3. അപ്പോൾ ഇവിടെ നമുക്ക് A:D എന്ന് പറയുന്ന റേഷ്യോ എത്രയായിട്ട് എഴുതാം? 4:3 എന്ന് എഴുതാം. ഓക്കെ, 4:3. അപ്പോൾ ഒരു റേഷ്യോയും കൂടെ വരും, 4:3. ഇവിടെ നമുക്ക് ഓൾറെഡി A എന്ന് പറയുന്നത് 4 തന്നെയാണ് അല്ലേ? ഇവിടെ 4:5 ഫസ്റ്റ് എഴുതിയത്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് റോയിൽ തന്നെ അവിടെ തന്നെ എഴുതാം. എന്താണ്? 4:3. ഇവിടെ തന്നെ 3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം, കാരണം രണ്ടും 4 ആണ്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതി, കമ്പൈൻ ചെയ്ത് എഴുതി. ഓക്കെ, സോ 4:5:3. ഇനി ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. റേഷ്യോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ 2 റേഷ്യോസ് എഴുതിയപ്പോഴത്തേക്കും, അതായത് 2 റോ എഴുതിയപ്പോൾ ഇവിടെ കോമൺ ആരാണ്? D ആണ് കോമൺ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം നമ്മൾ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ ഫസ്റ്റ് റോ കംപ്ലീറ്റ് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായി? 30 ആയി. സെക്കൻഡ് റേഷ്യോ കംപ്ലീറ്റ് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇതെന്തായി? 30 ആയി. അപ്പോൾ മൾട്ടിപ്ലൈയിങ് 3 ഓൺ ബോത്ത് സൈഡ്. അല്ല, ആദ്യത്തെ റേഷ്യോയിൽ മൾട്ടിപ്ലൈയിങ് ബൈ 10 കംപ്ലീറ്റ് റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡിൽ എത്രയാണ്? ഇൻറ്റു 3യും ചെയ്യുക. അപ്പോൾ D രണ്ടിടത്തും 30 ആയി. അപ്പോൾ നമുക്ക് കമ്പൈൻ ആയിട്ട് എഴുതാം. ഫസ്റ്റ് ഇപ്പോൾ A എത്രയാണ്? 4 × 10 ദാറ്റ് ഈസ് 40. B എന്താണ്? 5 × 10 50. അപ്പോൾ ഇവിടെ റേഷ്യോസ് എഴുതാം. 40:50:. ഇനി ഇവിടെ സീൻ്റെ നോക്കുമ്പോൾ 13 × 3 എത്രയാണ്? 39. സോ 39:. D എത്രയാണ്? 30. അപ്പോൾ 40:50:39:30. ഇതാണ് A:B:C:D ൻ്റെ ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള A = 0.78 ടൈംസ് B ആണോ, B = 0.78 ടൈംസ് A ആണോ, C = 0.78 ടൈംസ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് A/B എടുത്ത് നോക്കാം. ഓക്കെ, ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഓപ്ഷൻ വെച്ച് നോക്കിയാൽ മതി. A/B എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ A/B ചെയ്താൽ 0.78 എന്ന് കിട്ടണം. ഇവിടെ നമുക്ക് A/B ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 40/50, അതായത് 4/5 എന്നാണ് കിട്ടുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 40/50. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻറ്റു 2 ചെയ്യുക, ഇവിടെ ഇൻറ്റു 2 ചെയ്യുക, ദാറ്റ് ഈസ് 80/100, അതായത് 0.8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ B/A ചെയ്താലും എത്ര വരും? 5/4 ആണ്. ഓക്കെ, 5/4 ആകുമ്പോഴത്തേക്കും അതും എത്രയാണ്? 1 point something ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും അല്ല. തേർഡ് ഓപ്ഷൻ നോക്കുക, C = 0.78 B. അപ്പോൾ സിയും ബിയും തമ്മിലുള്ള നോക്കുക, C/B നോക്കുക. ഓക്കെ, C/B. സോ C/B എടുത്തു കഴിഞ്ഞാൽ C ഇവിടെ എത്രയാണ്? 39. സോ 39/50. 39/50. രണ്ട് സൈഡും 2 വെച്ച് ചെയ്യാം. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 100 ആവും. ഓക്കെ, അപ്പോൾ 2 വെച്ച് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 78/100. അപ്പോൾ എത്ര കിട്ടി? 0.78. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ C. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ബോട്ട് സം റൈസ് ആൻഡ് വീറ്റ് for ₹380. The ratio of weight of rice and wheat is 4:3 and the price of equal amount of rice and wheat is in the ratio of 5:6. The rice was bought of worth. എത്ര രൂപയ്ക്കാണ് റൈസ് മേടിച്ചെന്നാണ്. ഇപ്പോൾ 2 ആൾക്കാരുണ്ട്, റൈസ് ആൻഡ് വീറ്റ്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റേഷ്യോ ഓഫ് വെയിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4:3. അപ്പോൾ ആദ്യം നമുക്ക് വെയിറ്റിൻ്റെ റേഷ്യോ എഴുതാം. വെയിറ്റ് ദാറ്റ് ഈസ് 4:3. ഇനി അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ള? പ്രൈസ് ഓഫ് ഈക്വൽ എമൗണ്ട് ഓഫ് റൈസ് ആൻഡ് വീറ്റ്. ഓക്കെ, എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ്? 5:6. അപ്പോൾ പ്രൈസിൻ്റെ റേഷ്യോ ഇറ്റ് ഈസ് 5:6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈസ് വാസ് ബോട്ട് ഓഫ് വർത്ത്, റൈസ് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? അത് നമുക്ക് ചിലവായത്, ടോട്ടൽ എക്സ്പെൻസ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവർ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 5, അതായത് 4 കിലോ
അല്ലെങ്കിൽ 4 കിലോ. ഓക്കെ, 4 കിലോ എന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ശരിക്കും 4 യൂണിറ്റ്സ് ആണ്, 4 റേഷ്യോ ആണ്. അതായത് 4 യൂണിറ്റ്സിന് എത്രയാണ് 5 വെച്ചിട്ടാണ്. ഓക്കെ, ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയല്ല നമ്മൾ പ്രൈസ് ഇൻറ്റു വെയിറ്റ്, അപ്പോഴല്ലേ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് കിട്ടുന്നത്. അപ്പോൾ 5 × 4 എത്രയാണ് 20. ഇവിടെ ചെയ്യുമ്പോൾ എത്രയാണ് 6 × 3 എത്രയാണ് 18. അപ്പോൾ 20:18 ആയിരിക്കും ഇവരുടെ എക്സ്പെൻസിൻ്റെ റേഷ്യോ. അതായത് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എ പേഴ്സൺ ബോട്ട് സം റൈസ് ആൻഡ് വീറ്റ് ഫോർ ₹380. ടോട്ടൽ എത്ര രൂപയ്ക്കാണ് മേടിച്ചത് 380 റുപ്പീസിനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും 38. സോ 38 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 380 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും 380 ഡിവൈഡഡ് ബൈ 38, ദാറ്റ് ഈസ് 10. 10 രൂപയായിരിക്കും. കാണാണ്ട് എന്താണ് റൈസിൻ്റെ പ്രൈസാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് 20 യൂണിറ്റ്സ്. സോ 20 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്ര വരും 20 × 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 റുപ്പീസ്. എവിടെ ഓപ്ഷൻ സി. ഓക്കെ, റെഡി അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A, B and C along completed a piece of work in 30, 50 and 40 days. The ratio of the salary of each day is 4:3:2 respectively. If the total income of A is ₹144, find the total income of B. അപ്പോൾ A, B, C 3 ആൾക്കാരുണ്ട്. ഇവര് വർക്ക് ചെയ്ത നമ്പർ ഓഫ് ഡേയ്സിൻ്റെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സിൻ്റെ റേഷ്യോ എത്രയാണ്? ഇറ്റ് ഈസ് കറക്റ്റ് ഡേയ്സിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 30 ദിവസം, 50 ദിവസം, 40 ദിവസം. നമുക്ക് അതിനെ റേഷ്യോ ആയിട്ട് എഴുതാം. അതായത് 30:50:40 എന്ന് എഴുതാം, ഒരു പ്രശ്നമില്ല. ആ ഒരു 1 റേഷ്യോൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി ഈ സീറോസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3:5:4 എന്ന് വരും. ഇനി നെക്സ്റ്റ് ദ റേഷ്യോ ഓഫ് സാലറി ഓഫ് ഈച്ച് ഡേ, ഓരോ ദിവസത്തിൻ്റെ സാലറി. അപ്പോൾ സാലറി ഓഫ് ഈച്ച് ഡേ, ഓക്കെ, സാലറി പെർ ഡേ എത്രയാണ് അതിൻ്റെ റേഷ്യോ? ഇറ്റ് ഇസ് 4:3:2. അപ്പോൾ ഇവരുടെ ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓരോ ബിയുടെ ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകം നമുക്ക് എങ്ങനെ എഴുതാം? ഇൻകം ഇറ്റ് ഇസ്, അതായത് ഇൻകം കാണണമെങ്കിൽ ഇവർക്ക് ഓരോ ദിവസം കിട്ടുന്ന 4 വെച്ചിട്ടാണ്, 4 യൂണിറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ 4 × ഇത് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ്, ടോട്ടൽ ഡേയ്സ് ചെയ്യുമ്പോൾ ആ ഇൻകത്തിൻ്റെ ഇത് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് 10 രൂപ വെച്ചാണ് കിട്ടുന്നെങ്കിൽ ഞാൻ 30 ദിവസം പണിയെടുത്താൽ 30 × 10 300 രൂപ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. സോ ഇവിടെ 3 × 4 12. സോ 12:5 × 3 15:8. അപ്പോൾ ഈ റേഷ്യോസിലായിരിക്കും അവരുടെ ഇൻഡിവിജ്വലി ഉള്ള ആൾക്കാരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. റെഡി? ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 144 ആണ്. എ എത്രയാണ്? 12 ആണ്. സോ 12 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 144. 12 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 144. അപ്പോൾ 12 വെച്ച് ക്യാൻസൽ ചെയ്യാം. 12 സ്ക്വയർ ആണ് 144. അപ്പോൾ 1 യൂണിറ്റ് എത്രയായി? 12 റുപ്പീസ് എന്നായി. ഓക്കെ, 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 12 റുപ്പീസ്. നമുക്ക് കാണേണ്ടത് ബിയുടെ ആണ് 15. സോ 15 യൂണിറ്റ്സ് എത്രയായിരിക്കും? 15 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 12 × 15. ഓക്കെ, അപ്പോൾ എത്ര വരും? 120, 60, 180. ഓക്കെ, 180. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 180. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് റേഷ്യോ എഴുതുന്നു, അത് കമ്പൈൻ ചെയ്യുന്നു. ആ ഒരു ടൈപ്പിലുള്ള മാത്രമേ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ഓരോ ടൈപ്പ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ടിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ.